welcome LAO Papu's Vlog. അപ്പം നമ്മൾ അവിയലിന് ആവശ്യമായ പച്ചക്കറികൾ എടുക്കുന്നു. ആദ്യം മുരിങ്ങക്കോല് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. ആ നീളത്തിൽ വേണം മുറിക്കാൻ കേട്ടോ. ഇനി പയർ അതേ നീളത്തിൽ തന്നെ നമ്മൾ മുറിച്ചെടുക്കുന്നു. ഇനി കോവയ്ക്കയും പീസായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കണ്ടോ, ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം നമ്മൾ കളയുന്നു, ചിരണ്ടി നന്നായിട്ട് കളയുന്നുണ്ട്. ഇനിയും അത് നീളത്തിൽ തന്നെ അതും മുറിച്ചെടുക്കുന്നു. നമ്മളവിടെ ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് നല്ല നീളത്തിൽ നല്ല വൃത്തിയായിട്ട് അരിക്കുക. പിന്നെ വെള്ളരിക്കയും അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കുക നീളത്തിൽ. ആ നല്ല നീളത്തിൽ. പിന്നെ പടവലങ്ങ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നു. ഇനി ഇപ്പോൾ കണ്ടോ, കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് നല്ല അരിഞ്ഞ് നല്ല സുന്ദരക്കുട്ടന്മാരായിട്ട് കിടപ്പില്ലേ. ഇനി കണ്ടോ, നോക്ക്, എല്ലാം ഒരേ നീളത്തിൽ എടുക്കുന്നത്. ഇനി ഒരു ഉരുളക്കിഴങ്ങ് അതും അതേ നീളത്തിൽ തന്നെ അരിഞ്ഞിടുന്നു. വലിയ പീസൊന്നും ആയി പോയേക്കല്ല കേട്ടോ. പിന്നെ സവോള, പിന്നെ ഒരു ചേന, അതും നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുന്നു. കണ്ടോ, നല്ല നീളത്തിൽ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞോണം, പല പീസായി പോകരുത്. ഇനി നമുക്ക് കരിവേപ്പില എടുക്കാൻ പോകാം. പിന്നെ ദേ പച്ചമുളക് കൂടെ എടുത്തേക്കാം, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണേ. ഇനി കരിവേപ്പില കേട്ടോ, നമുക്ക് ആവശ്യത്തിന് കരിവേപ്പില വേണം ഒടിച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കരിവേപ്പിലയുണ്ട്, അതുകൊണ്ട് നമ്മൾ കരിവേപ്പില ഒടിച്ചെടുത്തു. ഇനി നമുക്ക് കറി ഉണ്ടാക്കണ്ടേ, വായു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചക്കറിയെല്ലാം നന്നായിട്ട് കഴുകി അത് പാത്രത്തിലേക്ക് ഇടുക. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി പാകത്തിന് ഉപ്പ്, നമ്മുടെ കറിക്ക് ആവശ്യമായ പാകത്തിനുള്ള ഉപ്പാണേ. കുറച്ച് മഞ്ഞൾ പൊടി, അതും നമ്മുടെ പാകത്തിനുള്ളതാണ്. ഇനി എന്താ ചേർക്കണ്ടേ, നമുക്ക് നോക്കാം. കുറച്ച് മുളക് പൊടി, അതും നമ്മുടെ ചേരുവയ്ക്ക് ആവശ്യമായ. ഇനി നമ്മൾ പറിച്ചുകൊണ്ട് വന്ന പച്ചമുളക്, അത് നമ്മളൊരു 3-4 എണ്ണം ഇടുന്നുണ്ട്, നമ്മുടെ കറിക്ക് ആവശ്യമായ എരിവിന് കേട്ടോ. ഇനി നമ്മുടെ സ്വന്തം കരിവേപ്പില, അത് നിങ്ങൾ വൃത്തിയായിട്ടുള്ളതാണോ നോക്കിക്കോണം കേട്ടോ, ഞാൻ കഴുകിയതാണ്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇനി 1/2 ഗ്ലാസ് വെള്ളം, അത് നമ്മുടെ കഷ്ണത്തിൽ നിന്ന് ഇറങ്ങുവേ. നല്ല പച്ച വാഴയില, നമ്മൾ കുക്കർ അടച്ചിരിക്കുന്നു ഗൈസ്, കണ്ടോ, നല്ല സൂപ്പറായിട്ട് അടച്ചിരിക്കുന്നു. ഇനി അടുപ്പിൽ കയറി. ഇനി നമുക്ക് ഒരു വിസിലിന് വേണ്ടി നോക്കാം. ഇനി ആവശ്യമായ അരപ്പിനുള്ള തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി, കരിവേപ്പില, ഒരു വറ്റൽമുളക് കൂടെ വെച്ചേക്ക് ഇരിക്കട്ടെ. അയ്യോ, കുറച്ച് ജീരകവും കൂടെ ഉണ്ടേ. ഇനി നമുക്കത് ഒരു കറക്കിന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇലയൊക്കെ വാടി വന്നിട്ടുണ്ട് കണ്ടോ. ആവിയൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കാണുന്നുണ്ടേ. ദേ നോക്ക്, നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിരിക്കുന്നു. ഇനി കുറച്ച് മാങ്ങ, നമ്മുടെ പുളിക്ക് ആവശ്യമായാണ്. ചിലവർ കുറച്ച് തൈര് ചേർക്കും, നമ്മളിവിടെ മാങ്ങയാണ് പുളിക്ക് ആവശ്യമായി ചേർത്തേക്കുന്നത്. ഇനി അരപ്പ് നമ്മുടെ കുക്കറിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായ എണ്ണ, എന്നിട്ട് ചെറു ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. വീട്ടിലെല്ലാവരും പരീക്ഷിക്കണേ. ബൈ.